നാരായണ 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 രാമ 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 ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ത്യക്ത്വാ സുദുസ്ത്യജ സുരേപ്സിതരാജ്യലക്ഷ്മീം ധർമ്മിഷ്ഠ ആര്യവജസാ യദഗാദരണ്യം മായാമൃഗം ദൈതയേപ്സിതമന്വധാവൽ വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണൗ വചസാ ഗൃഹാമി. ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി. ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രേഷ്ഠ രാമായണ മാസത്തില് രാമായണ ചിന്തയോടുകൂടിയിട്ട് രാമായണ അമൃതമായിട്ട് നാം 4 ദിവസങ്ങളായിട്ട് അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമായണ അമൃതം 5ാം സുദിനത്തിലേക്ക് കടന്നു. ഇന്നലെ നമ്മൾ
രാമാവതാരം, ശ്രീരാമാവതാരം. രാമലക്ഷ്മണ ഭരത ശത്രുഘ്ന ഇതി സംജ്ഞയാ. ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി ശംഖചക്ര ഗദാപദ്മങ്ങളോടുകൂടി അവതരിച്ച അതിസുന്ദരമായ മുഹൂർത്തവും, ആ മുഹൂർത്തത്തിൽ അത്യത്ഭുത പ്രഭാവത്തോടു കൂടിയിട്ടാണ് ആരെ കാണുന്നത്? ശ്രീരാമചന്ദ്രസ്വാമിയെ കാണുന്നത്. കൗസല്യാദേവി അതിശ്രേഷ്ഠമായ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചു രാമാവതാരം. പിന്നീട് നമ്മൾ പറഞ്ഞത് പുണർദം നക്ഷത്രമാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ നക്ഷത്രം. പൂയൻ നക്ഷത്രത്തില് ഭരതൻ ജനിച്ചു, കൈകേയി പുത്രനായിട്ടുള്ള ഭരതൻ. പിന്നീട് ലക്ഷ്മണനും ശത്രുഘ്നനും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചു. സാക്ഷാൽ മഹാവിഷ്ണു അവ്യയൻ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനാണ് ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് അവതരിച്ചതെങ്കിൽ, ആദിശേഷനാകുന്ന അനന്തൻ, ആദിശേഷനൊക്കെ പറയുന്ന ഭഗവാന്റെ പള്ളിമെത്ത കൊള്ളുന്ന ആ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, സംഘർഷണമൂർത്തിയാണ് ഇവിടെ സഹോദരനായിട്ട് ലക്ഷ്മണനായിട്ട് ജനിച്ചിരിക്കുന്നത്. ഈ സമയത്താണ് സുന്ദരഗാത്രിയായ കൗസല്യാദേവി ശ്രേഷ്ഠമായ വാക്കുകളെ കൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിക്കുന്ന കൗസല്യാദേവിയുടെ സ്തുതി ഒക്കെ വിവരിച്ചത്. വളരെ വളരെ സന്തുഷ്ടയായിട്ട് ദേവി സ്തുതിച്ചു. അച്യുതനെ, അനന്തനെ, അവ്യക്തനെ, അവ്യയനെ, ഏകനും നിർമ്മലനുമായ ഭഗവാനെ അതിശ്രേഷ്ഠമായ വാക്കുകൾ കൊണ്ട് സ്തുതിച്ചു, ഭക്തിയോടുകൂടി സ്തുതിച്ചു. അമ്മയ്ക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാൻ ശ്രീരാമന്റെ വാക്കുകളാണ് ഇവിടെ. അതായത് കൗസല്യാദേവിയുടെ കുട്ടിയുടെ വാക്കല്ല, ഭഗവാന്റെ തന്നെ വാക്ക്. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഭഗവാൻ തന്നെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, ദുർമതം വളർന്ന ദുഷ്ടനായ രാവണനെ കൊന്നിട്ട് ലോകത്തിന് മുഴുവനും എല്ലാവർക്കും വേണ്ടി നന്മയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും മർത്യ അവതാരം ഞാൻ ചെയ്തിരിക്കുകയാണ്. മാനവവംശത്തിങ്കൽ നിങ്ങൾക്ക് തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പിന്നീടാണ് ബാലലീലകൾ കൊണ്ട് രാമലക്ഷ്മണന്മാര് തമ്മിൽ ഒന്നിച്ച് കഴിയും. ഭരതശത്രുഘ്നന്മാര് അവരൊരുമിച്ചാണ് കഴിഞ്ഞുകൂടുക. പായസാംശാനുസാരവശാൽ എന്ന് പറയും രാമായണത്തിൽ. അതായത് പായസത്തെ പകുത്തതിനനുസരിച്ച്, പകുതി പകുതിയാക്കിയതിനനുസരിച്ച് ആ ഒരു ബന്ധത്തിലൂടെയാണ് ഇവര് കഴിഞ്ഞുകൂടുന്നത്. പിന്നെ രാമലക്ഷ്മണന്മാർക്ക് സംസ്കാര ക്രിയകൾ, അതായത് പേരുവിളി, മറ്റുള്ള ചടങ്ങുകളൊക്കെ ഓരോന്നായിട്ട് നടത്തുന്ന രംഗം. അങ്ങനെ ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമനെന്നും ഭരണനിപുണനായ കൈകേയി പുത്രന് ഭരതനെന്നും, ശ്യാമള നിറം പൂണ്ട കുമാരന് രാമനെന്ന് വിളിച്ചപ്പോൾ ഭരണനിപുണനായതുകൊണ്ട് ഭരതൻ എന്ന പേര്. ലക്ഷണ അന്വിതനായ സുമിത്രാസുതന് ലക്ഷ്മണൻ എന്നും പേര് വിളിച്ചു. ശത്രുവൃന്ദത്തെ നശിപ്പിക്കുന്നതിനുള്ള പ്രഭാവവും കഴിവും നിമിത്തം ഇളയവനായ സുമിത്രാപുത്രന് ശത്രുഘ്നൻ എന്ന പേരും വിളിച്ചു. എല്ലാം കൊണ്ടും വിശേഷപ്പെട്ട സുദിനത്തില് ചൈത്രമാസത്തിലാണ് അവതാരം. ഓരോന്നും പറയുന്നത് വളരെ വളരെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ അതൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അങ്ങനെയുള്ള രാമന്റെ ചരിത്രം, രാമായണം ഇനി അങ്ങോട്ട് ആരംഭിക്കുകയാണ്. ഇതിനിടയിലാണ്
രാമലക്ഷ്മണന്മാര് വളർന്നു വരുന്നു. ബാലലീലകൾ കൊണ്ട് സന്തോഷത്തോടുകൂടി നിർധനന് ധനം കിട്ടിയതുപോലെ, കാഴ്ചയില്ലാത്തവന് കാഴ്ചശക്തി തിരിച്ചു കിട്ടിയതുപോലെ സന്തോഷത്തോടുകൂടി പുരവാസികളും ദശരഥനും എല്ലാവരും സന്തോഷത്തോടുകൂടി അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ ദുഷ്ടനിഗ്രഹങ്ങൾ പലതും ചെയ്തുകൊണ്ട് ധർമ്മത്തെ പരിപാലനം ചെയ്യുക എന്നുള്ളതാണ് ഭഗവാന്റെ അവതാരത്തിന്റെ ലക്ഷ്യം. അങ്ങനെ ഈ സമയത്താണ്, സന്തോഷത്തോടുകൂടി എല്ലാവരും കഴിഞ്ഞുകൂടുന്ന സമയത്താണ് വിശ്വാമിത്ര മഹർഷി രാജകൊട്ടാരത്തിലേക്ക്, അയോധ്യയിലേക്ക് വരുന്നത്. വേറെ ഒന്നുമല്ല, ഈ കാട്ടിലുള്ള താപസന്മാർക്കൊന്നും സ്വൈരമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. യജ്ഞങ്ങളും യാഗങ്ങളും ഒന്നും ചെയ്യാൻ പറ്റാത്ത പരിതസ്ഥിതിയിലാണ് ദുഷ്ടന്മാരായ രാക്ഷസന്മാരുടെ ദ്രോഹ നടപടികൾ കൊണ്ട്. അങ്ങനെ വിഷമിച്ച് കഴിഞ്ഞുകൂടുന്ന വിശ്വാമിത്ര മഹർഷി രാമന്റെ പ്രഭാവം മനസ്സിലാക്കിയിട്ട്, കൊച്ചുകുട്ടിയാണ്, ബാലനാണെങ്കിലും ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവന്ന് യാഗരക്ഷ ചെയ്യിക്കണം, അതോടുകൂടി ദുഷ്ടന്മാരെ നിഗ്രഹിക്കൽ ആരംഭിക്കണം എന്നൊക്കെ തീരുമാനിച്ചത് കൊണ്ട് രാമനായിട്ട് ഭൂമിയില് മായാ ജനിച്ച കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശുവഴിഞ്ഞ ഭക്തിയോടെ. രാക്ഷസന്മാരെ നിഗ്രഹിക്കുക എന്നുള്ളത് ലക്ഷ്യം പുറമേ കാണുന്നതാണ്, ചൂണ്ടയിടുന്നത് പോലെ. യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ആ പൂർണ്ണ ബ്രഹ്മസ്വരൂപനായ ഭഗവാൻ യാഗങ്ങൾ കൊണ്ടും യജ്ഞങ്ങൾ കൊണ്ടും തപസ്സുകൊണ്ടും സഹസ്രനാമങ്ങൾ കൊണ്ടും പൂജകൾ കൊണ്ടും ഏതൊരു ഭഗവാനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ ഋഷീശ്വരന്മാര് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്, ആ ലക്ഷ്യം, ആ പരമമായ സത്യമാകുന്ന ലക്ഷ്യം തന്നെയാണ് അയോധ്യയില് രാമനായിട്ട് പൂർണ്ണ ബ്രഹ്മമായിട്ട് അവതരിച്ചിരിക്കുന്നത്. അത് കാണാനുള്ള കൊതിയോടുകൂടിയിട്ടാണ് ആരെത്തിച്ചേരുന്നത്? വിശ്വാമിത്ര മഹർഷി എത്തിച്ചേരുന്നു. സന്തോഷത്തോടുകൂടി ദശരഥ മഹാരാജാവ് സ്വീകരിച്ചു, ആനയിച്ചു, ഫലമൂലങ്ങളൊക്കെ സമർപ്പിച്ചു, കാൽക്കൽ വീണു, നമസ്കരിച്ചു. സന്തോഷമായി. ഇങ്ങനെയുള്ള മഹാത്മാക്കള്, സജ്ജനങ്ങള്, അവരൊക്കെ നമ്മുടെ ഭവനങ്ങളിലൊക്കെ വന്നാൽ ആ ഭവനം പരിശുദ്ധമാകും. അവിടെയുള്ള നമ്മൾ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ശക്തി കുറവുണ്ടെങ്കിൽ അതൊക്കെ നേരെയാവും. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. എന്ത് ചിന്തിച്ചിട്ടാണ് അങ്ങന്ന് വന്നത്? ഒന്ന് അടിയങ്ങൾക്ക് പറഞ്ഞു തരണേന്ന് പറയുന്നു. അപ്പോഴും വിശ്വാമിത്രൻ മഹർഷി പറഞ്ഞു, ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീജ സുബാഹുമുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കേണം. ഇത് കേട്ടതോടുകൂടി ഹൃദയമൊന്ന് പെട്ടെന്ന് സ്തംഭിച്ചതുപോലെ തോന്നി ദശരഥനെന്നാണ് പറയുന്നത്. കാരണം എന്താ പറഞ്ഞത്? അമാവാസി തോറും എല്ലാ കറുത്ത വാവ് ദിവസങ്ങളിലും ഞാൻ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയിട്ടൊരു യാഗം നടത്താറുണ്ട്. അത് പക്ഷേ എപ്പോഴും അവസാനിക്കുന്നത് അമംഗളമായിട്ടാണ്. മാരീജൻ സുബാഹുവും മറ്റുള്ള അനുചരന്മാരാകുന്ന അരക്കപ്പടകളും വന്നിട്ട് രക്തവും മാംസവും ഒക്കെ മുകളിൽ നിന്ന് വരുഷിച്ച് ഹോമകുണ്ഡത്തിലേക്ക് അശുദ്ധമാക്കുന്നു. അതൊന്നും നിവർത്തിക്കാൻ സാധിക്കുന്നില്ല. ആകെ പരിഭ്രമിച്ച് കഴിഞ്ഞുകൂടുകയാണ് ഞാൻ. എന്തെങ്കിലും ഒരു വഴി ചൊല്ലി എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുക. ആകെ എന്താ വഴി? വേറൊന്നുമില്ല. അങ്ങ് ഈ രാമനെ, മിടുമിടുക്കനായ രാമനെ എൻ്റെ കൂടെ പറഞ്ഞേക്കണം എന്ന് പറയുന്നു. അങ്ങനെ രാമനെ വിശ്വാമിത്ര
മഹർഷിയുടെ കൂടെ പറഞ്ഞയക്കേണ്ടുന്ന ഒരവസ്ഥയിലെത്തി, പ്രതിസന്ധിയിലെത്തി. പറഞ്ഞയച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകും. വിശ്വാമിത്ര മഹർഷിയുടെ യോഗ്യത അത്ര വലുതാണ്. പക്ഷെ പറഞ്ഞയച്ചാലോ? ഈ കൊച്ചുകുട്ടിയാണ്, ആറ്റുനോറ്റുണ്ടായ, എത്രയോ തപസ്സനുഷ്ഠിച്ചുണ്ടായ പുത്രനാണ്. ആകെ വിഷമിച്ചു. കുലഗുരുവാകുന്ന വസിഷ്ഠനോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് കുലഗുരു വസിഷ്ഠന്റെ വാക്കുകൾ, ശ്രേഷ്ഠമായിട്ടുള്ള വാക്കുകൾ, ധൈര്യം പകരുന്ന വാക്കുകൾ, ഇതൊക്കെയാണ് രാമായണത്തിലെ സന്ദേശം. നമ്മൾ ചില പ്രതിസന്ധിയിലൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് ഗുരുവാക്യം, ഗുരുതുല്യരായിട്ടുള്ളവരുടെ വാക്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ജീവനെ രക്ഷിക്കാൻ സാധിക്കും. ഒരു കുടുംബത്തിനെ തന്നെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് രാമായണം പറഞ്ഞു തരികയാണ്. ഒരു കുലത്തിനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു തരികയാണ്. ഒരപകടം ഉണ്ടാവില്ല. മാനുഷനല്ല രാമൻ മാനവശിഖാമണി, മാനമില്ലാത പരമാത്മാവ് സന്താനന്ദൻ പത്മസംഭവൻ മുന്നം ഭൂരിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ നിന്നുടെ പൂർവജന്മൻ ചൊല്ലുവൻ ദശരഥ. മനുഷ്യനല്ല, പിന്നെ ആരാണ്? സാക്ഷാൽ വിഷ്ണു തന്നെയാണ് പുത്രനായിട്ട് പിറന്നിരിക്കുന്നത്. കുട്ടികളെ അയച്ചു കൊടുക്കണമെന്ന് ഉപദേശിക്കുകയാണ്. രാമലക്ഷ്മണന്മാര് സാക്ഷാൽ വിഷ്ണുവും ആദിശേഷനുമാണ് എന്ന് പറയുന്നു. അങ്ങ് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. കശ്യപ പ്രജാപതിയാണ്, ബ്രഹ്മപുത്രനായ കശ്യപ പ്രജാപതിയാണ്. പിന്നെ കൗസല്യാദേവിയായിട്ട് പിറന്ന് അങ്ങയോടൊപ്പം കഴിഞ്ഞുകൂടുന്നത് സാക്ഷാൽ അതിഥി ദേവിയാണ്, ദേവമാതാവായ അതിഥി ദേവി തന്നെയാണ്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ബ്രഹ്മാവിന്റെ ഒക്കെ പ്രാർത്ഥന അനുസരിച്ച് ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യാൻ വേണ്ടി പുത്രനായിട്ട് അവതരിച്ചതാണെന്ന് പറഞ്ഞു. കുട്ടികളെ വിട്ടുകൊടുക്കൂ, ഒന്നുകൊണ്ടും പരിഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞതോടുകൂടിയിട്ട് മനസ്സ് ധൈര്യത്തിലേക്ക് എത്തി. അങ്ങനെ വിശ്വാമിത്രന്റെ സമീപത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടികളെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ വിശ്വാമിത്ര മഹർഷി ആ കുട്ടികളെയും കൊണ്ട് വനയാത്ര ചെയ്യുകയാണ്. ആദ്യമായിട്ട് കൊട്ടാരത്തിന് പുറത്തേക്ക് പോവുകയാണ്. വിളിക്കുകയാണ്. ആദ്യം ദശരഥൻ വിളിച്ചു, കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു, നെറുകയിൽ ചുംബിച്ചുകൊണ്ട് രാമനെയും ലക്ഷ്മണനെയും ഏൽപ്പിച്ചു കൊടുക്കുന്നു. രാമ രാഘവ രാമ ലക്ഷ്മണ കുമാരകേൾ, കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ, അറിയാത്ത ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതു മൂലം ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മഹാത്മ്യമേറുന്നൊരു വിദ്യകളിവ രണ്ടും. രാമലക്ഷ്മണന്മാർ ഉത്സാഹഭരിതരായ ആയുധങ്ങൾ ധരിച്ച് അച്ഛനെ, അമ്മമാരെ, ഗുരുവിനെയൊക്കെ നമസ്കരിച്ച് വന്ദിച്ച് വിശ്വാമിത്രനോടുകൂടി യാത്ര ആരംഭിക്കുന്നു. ദേശങ്ങൾ പലതും പിന്നിട്ട് കഴിഞ്ഞു അവർക്ക്. വിശ്വാമിത്രൻ ഈ സമയത്താണ് ദാഹവും വിശപ്പും ഇല്ലാതിരിക്കാൻ വേണ്ടി ബല, അതിബല എന്നുള്ള വിദ്യകൾ ഉപദേശിച്ചു കൊടുത്തു. ദാഹവും വിശപ്പും ഒട്ടുമേ അറിയാതെ ക്ഷീണമില്ലാതെ ദീർഘയാത്ര ചെയ്യാൻ ഈ മന്ത്രം കൊണ്ട് സാധിക്കും എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അവരങ്ങനെ സഞ്ചരിച്ച് ഗംഗ കടന്നു. ഒരു കൊടുങ്കാട്ടിലൂടെയുള്ള യാത്ര. താടകാവനം, ആ കാടിന്റെ പേര് അതായിരുന്നു. താടക എന്ന രാക്ഷസിയുടെ വാസസ്ഥലമാണ്. കാമരൂപിണിയായ താടക, ഇഷ്ടരൂപം ധരിക്കാനുള്ള കഴിവുള്ള താടക പലതരത്തിലുള്ള ദ്രോഹ നടപടികൾ ചെയ്യുകയും ആളുകളെ ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല. ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി,
കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷം എന്ന് മാമുനി പറഞ്ഞപ്പോൾ ഒട്ടും താമസിക്കാതെ വിശ്വാമിത്രൻ പറഞ്ഞു, ദാ ഈ താടക വനമാണ്, ഇതുവഴി ആരും യാത്രയില്ല, വലിയ പ്രശ്നമാണ് താടകയെ കൊണ്ട്. വിശ്വാമിത്രൻ പറഞ്ഞതോടുകൂടി ലോകത്തിന്റെ ഉപകാരപ്രദമാകുന്ന തരത്തിൽ ദുഷ്ടനിഗ്രഹം ചെയ്യുന്നത് ധർമ്മമാണെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ധർമ്മബോധം നമ്മുടെ പട്ടാളക്കാരൊക്കെ ചെയ്യുന്നില്ലേ? അതുപോലെ നമ്മൾ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, സജ്ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ദുഷ്ടന്മാരെ നിഗ്രഹിക്കണം, വേണ്ടി വന്നാൽ ജയിലിലടക്കണം എന്നൊക്കെ പറയുന്നില്ലേ? അത് രാജധർമ്മത്തിൽ പെട്ടതാണ്, അതുകൊണ്ട് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി താടകയ്ക്ക് നേരെ അമ്പ് തൊടുത്തുവിട്ടു. അങ്ങനെ മാറുപിളർന്നു കൊന്നു. അവിടെ പെട്ടെന്നൊരു യക്ഷി പ്രത്യക്ഷപ്പെട്ടു. മുൻപ് യക്ഷിയായിരുന്നു താടക, ശാപഫലമായിട്ട് രാക്ഷസിയായതായിരുന്നു. മോക്ഷം കിട്ടിയ താടക ദേവലോകം ഗമിച്ചു. വഴിമധ്യേ പല ദിവ്യ ആസ്ത്രങ്ങളും വിശ്വാമിത്ര മഹർഷി അങ്ങനെ ഉപദേശിച്ചു കൊടുത്തു എന്നൊക്കെയുള്ളതായ വിശേഷം. വീണ്ടും വീണ്ടും അങ്ങനെ യാത്ര ചെയ്തു. പിന്നെ ഒട്ടും താമസമില്ല, വിശ്വാമിത്രന്റെ ആശ്രമത്തിലെത്തി. ആ ആശ്രമത്തിലെത്തി അവിടെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. മുനിവൃന്ദങ്ങളൊക്കെ കൂടി സ്വീകരിച്ചു. അവിടെ യാഗത്തിനുള്ള സമയം ആയിരിക്കുന്നു. യാഗം തുടങ്ങാറായ സമയത്ത് ആ മുടക്കുന്നത് മാരീചനും സുബാഹുവാണ്. യാഗം തുടങ്ങി ഉച്ചയ്ക്ക് മഴ പെയ്തു. ചുവന്ന മഴ, രക്തമഴ, മാംസകഷ്ണങ്ങളോട് കൂടിയിട്ടുള്ള മഴ. വെള്ളത്തിന് പകരം ചോര വീണാൽ അശുദ്ധമാകും. പുണ്യസ്ഥലങ്ങളിലൊക്കെ രക്തം ചിന്തിക്കഴിഞ്ഞാൽ അത് അശുദ്ധമായി, അവിടെയുള്ള ഊർജം മുഴുവൻ നഷ്ടപ്പെട്ടു. പിന്നീട് നേരെയാക്കാൻ പ്രയാസമാണ്. യാഗം മുടങ്ങും. ശ്രീരാമൻ പെട്ടെന്ന് രണ്ട് അമ്പ് തൊടുത്തു വിടുകയാണ്. ദിവ്യ അസ്ത്രങ്ങളാണ് തൊടുത്തുവിട്ടത്. ഒന്ന് സുബാഹുവിനെ കൊന്നു വീഴ്ത്തി, മറ്റേത് മാരീചന്റെ നേർക്ക് പാഞ്ഞു ചെന്നു. രാമബാണം കണ്ട് ഭയന്ന മാരീചൻ പുറംതിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓടുന്നു. മാരീചൻ സമുദ്രത്തിൽ ചെന്ന് വീണിട്ടും രക്ഷയില്ല. രാമബാണം പിറകെ വരുന്നു. പിന്നീട് വീണ്ടും എഴുന്നേറ്റ് ഓടുന്നു. ശ്രീരാമന്റെ പാദത്തിൽ ചെന്ന് വീണു. ശരണം പ്രാപിക്കുന്നവരെ കൈവെടിയില്ല ശ്രീരാമൻ. ആ രാക്ഷസന്റെ ജീവൻ രക്ഷപ്പെട്ടു. അന്നു മുതൽ മാരീചന്റെ മനസ്സു മാറി. മാരീചൻ രാവിലെ കുളിച്ച് ചന്ദനവും ഭസ്മൊക്കെ തൊട്ട് പരമഭക്തനായി മാറിയ കഥയാണ് ഇവിടെ. ഭക്തവത്സലൻ അഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാനന്നു തുടങ്ങി മാരീചനും. 3 ദിവസം അവിടെ. ഇതോടൊപ്പം തന്നെ 14,000 നമ്മൾ പറയുന്ന വലിയ അരക്കപ്പടകളെ മുഴുവനും അവിടുന്ന് നിഗ്രഹിച്ചു. രാക്ഷസന്മാരെ നിഗ്രഹിച്ചു. ശത്രുഭക്തനായിട്ട് മാറി. രാമസാമീപ്യം കൊണ്ട് എന്ന വിശേഷപ്പെട്ട കഥ. രാമനാമം ജപിച്ചുകൊണ്ട് രാമഭക്തനായ ഒരു മാരീചനായിട്ട് വീണ്ടും മാറുന്നു. യാഗം മുടക്കാൻ വന്ന രാക്ഷസന്മാരെ മുഴുവൻ നശിപ്പിച്ചു. 3 ദിവസം ആശ്രമത്തിൽ താമസിച്ചു. വിശ്വാമിത്രൻ വീണ്ടും യാത്ര ചെയ്യുന്നു. രാമലക്ഷ്മണന്മാര് ഒപ്പം. വിദേഹം എന്ന രാജ്യത്തിലേക്കാണ് യാത്ര. ജനക മഹാരാജാവിന്റെ സന്നിധിയിലേക്ക്. അവിടെ ഒരു ദിവ്യമായ വില്ലുണ്ട്, ത്രയംബകം. ആ ശൈവചാപമാണ്. ത്രയംബകം എന്നാണ് പേര്. ശ്രീ പരമേശ്വരന്റെ ശക്തി തന്നെയാണ് ഈ ത്രയംബകം. കുമാരന്മാർക്ക് ആ വില്ല് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ഗംഗാതീരത്തിലൂടെ യാത്ര ചെയ്യുന്നു. അവിടെ ഒരു ആശ്രമം കണ്ടു. ഗൗതമ ആശ്രമമാണ്. പണ്ട് ഗൗതമ മഹർഷി താമസിച്ച പുണ്യസ്ഥലം. മഹർഷിയുടെ ഭാര്യ അഹല്യ. ഒരിക്കല് ചില കാരണങ്ങളൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കുന്നു രാമായണത്തിൽ. നമ്മൾ ചുരുക്കി വർണ്ണിക്കുന്നു. ചില കാരണങ്ങൾ കൊണ്ട് ഗൗതമ മഹർഷിക്ക് ശപിക്കേണ്ടതായിട്ട് വന്നു. അഹല്യ കല്ലായി തീർന്നു. ഒടുവിൽ ദയ തോന്നി ശാപമോക്ഷം നൽകുന്നു. അങ്ങനെ ആ ശാപമോക്ഷം കൊടുത്തത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുതാ ഇപ്പോഴ് ശ്രീരാമപാദാംഭോജസ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും. ശ്രീരാമൻ ഒരിക്കൽ വരും, ആ പാദസ്പരിശം കൊണ്ട് നിന്റെ ദുരിതങ്ങളൊക്കെ തീരും എന്ന് പറഞ്ഞ് അങ്ങനെ
ശിലയായിട്ട് കിടക്കുകയാണ് എന്ന് കാണിച്ചു കൊടുത്തു. ശ്രീരാമൻ മെല്ലെ വന്നു. പാദാംബുജം, ആ താമര സമാനമായ പാദം മെല്ലെ ആ കല്ലിലേക്ക് സ്പർശിച്ചു. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞ ആമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. സന്തോഷത്തോടുകൂടി ഞാൻ രാമനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വണങ്ങിയ സമയത്ത് അതിശ്രേഷ്ഠമായ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നു. ആ സുന്ദരിയായ അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തു, ശാപമോക്ഷം നൽകി, എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും കൊടുക്കുന്നു. അഹല്യ ആനന്ദം കൊണ്ട് മതിമറന്ന് രാമപാദങ്ങളിൽ വീണ് നമസ്കരിച്ച് ഭക്തിയോടുകൂടി വാഴ്ത്തി സ്തുതിച്ചു. അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നതും ഭക്തി പാരവശ്യത്തോടെ അഹല്യ ശ്രീരാമനെ സ്തുതിക്കുന്നതുമായിട്ടുള്ള വിശേഷപ്പെട്ട വരികള്: ജ്ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതു മൂലം അത്രയുമല്ല ചൊല്ലാം. പത്മജ രുദ്രാദികളാൽ അപേക്ഷിതം പാദപദ്മ സംലഗ്ന പാംസുലേശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ. അതിനെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ. മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണോ. മർത്യനായി അവതരിച്ചോരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധം ആദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായുന്നിതു വേദം യാതൊരു നാഭിതന്നിൽ ഉണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ. ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു. കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേ. ആദ്യനദ്വയൻ ഏകൻ അവ്യക്തൻ അനാകുലൻ വേദ്യനല്ലാരുമെന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവ് പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള
രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സിൽ ഞാൻ. ഭക്തിയോടുകൂടി അനേകമനേകം അതിവിശേഷപ്പെട്ട സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചു. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണോ, നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ, നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ, നമസ്തേ നാരായണ സന്തതം, നമോസ്തുതേ സമസ്ത കർമാർപ്പണം ഭവതി. കരോമി ഞാൻ സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപതേ. പുരുഷോത്തമനായ ഭഗവാനെ ഭക്തിയോടുകൂടി ആ തൊഴുത് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്ന രംഗവും ആ സന്തോഷത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി അതാ മോക്ഷത്തിലെത്തിയ അഹല്യയുടെ വിശേഷപ്പെട്ട ചരിത്രവും കഴിഞ്ഞു. അഹല്യ മോക്ഷം കഴിഞ്ഞതോടുകൂടി അതാ ശ്രീരാമ ലക്ഷ്മണന്മാര് വിശ്വാമിത്രനോടൊപ്പം വിദേഹ രാജ്യത്തിലേക്ക് ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നതും അവിടെ വെച്ച് സീതാ സ്വയംവരം നടക്കുന്നതുമായിട്ടുള്ള വിശേഷപ്പെട്ട രംഗം ആണ് ഇനി അടുത്ത സുദിനത്തില് നമ്മൾ വർണ്ണിക്കുന്നത്. ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാവട്ടെ. നല്ല ഒരു ശുഭദിനം ഏവർക്കും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാലയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.